വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ദുബായിലെ മലയാളികൾ. വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മനസ്സ് നിറഞ്ഞ് വിഷു ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികളും. പ്രവാസി ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നാളെ വിഷു കണി ഒരുക്കുന്നതിന്റെയും വിഷു സദ്യ ഒരുക്കുന്നതിനുമായുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് പ്രവാസി മലയാളികൾ. കണി ഒരുക്കുന്നതിനായി കണി വെള്ളരിയും വിഷു കണിക്കൊന്നയും എല്ലാം നാട്ടിൽ നിന്നും പ്രത്യേകം എത്തിച്ചാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. വിഷുവിനുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. എല്ലാ വർഷവും നന്നായി ആഘോഷിക്കാറുണ്ട്. നാളെ ഓഫീസുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പോകാനാണോ? ഇല്ല, ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ 10 years ആയി. അപ്പോൾ എല്ലാ വർഷവും ലുലുവിൽ തന്നെ ആയിരിക്കും നമ്മുടെ വിഷു സാധനങ്ങൾ മേടിക്കലും ഇതെല്ലാം. പിന്നെ വിഷുക്കണി ആൾറെഡി കണ്ടു ലുലുവിൻ്റെ വക, വളരെ സന്തോഷം. ഈ കണിക്കൊന്നയും കണി വെള്ളരിയും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചാണ് പ്രവാസി മലയാളികൾക്ക് കണി ഒരുക്കുവാനായി ഓരോ സൂപ്പർ മാർക്കറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം വാങ്ങുവാനായി ആളുകളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി വീടുകളിൽ സദ്യ ഒരുക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ഇവിടെയുള്ള ഹോട്ടലുകൾ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. യുഎയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ പായസമേളയടക്കം വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സദ്യയൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ലുലുവിൽ വന്നത്. നമ്മൾ എല്ലാം കണ്ടിട്ട് പറഞ്ഞ ചക്ക ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അതിനൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ശരി, പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷു പ്രാവശ്യത്തെ അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഫസ്റ്റ് ടൈമാണ് യു എയിലെ വിഷു. അപ്പം ജസ്റ്റ് കോടി എടുക്കാനൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ്. செலிப்ரேட் பண்ணுவோம், அதெல்லாம் ப்ராப்ளம் இல்லை. மேக்ஸிமம் நான் என்னோட ஆஃபீஸில் எல்லாம் மலையாளிஸ் தான். நல்லா விஷயம் நல்லா സെലിബ്രേറ്റ് பண்ணுவோம். സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ വിഷുക്കോടി എടുക്കാനും ഇവിടെ ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ആഘോഷങ്ങളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് പ്രവാസികൾ. ഈ വിഷു എത്തുമ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ഇനിയിപ്പോഴാ ഈസ്റ്റർ വരാനിരിക്കുന്നുണ്ട്. ഈ ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ. എല്ലാവരും വീടുകളിൽ സദ്യ ഒരുക്കും, ബാച്ചിലർ മുറികളിലാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് സദ്യ ഒരുക്കും. എല്ലാം ആഘോഷം കെങ്കേമമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.